മലയാളത്തിന് ദൃശ്യവിസ്മയം സമ്മാനിച്ച സംവിധായകനാണ് നമുക്കിപ്പോൾ ഉള്ളത് ജിത്തു ജോസഫ്. സ്വാഗതം ജിത്തു ജോസഫ്. നമുക്ക് ജിത്തു ജോസഫിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് സിനിമയ്ക്ക് മുമ്പ് ജിത്തു ജോസഫ് എന്തായിരുന്നു? പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം കാണും. ഞാൻ ബേസിക്കലി ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. എന്ന് കരുതി ഞാൻ വലിയ കൃഷിക്കാരനൊന്നുമല്ല. എൻ്റെ ഫാദർ ആക്ച്വലി പൊളിറ്റീഷ്യനായിരുന്നു, MLA ഒക്കെ ആയിരുന്നെങ്കിൽ പോലും ഫാദർ ബേസിക്കലി കൃഷിക്കാരനായിരുന്നു. പുള്ളിയും വളരെ യാദൃശ്യമായിട്ട് പുള്ളി രാഷ്ട്രീയത്തിൽ ചെന്ന് ചാടിയതാണ്. പക്ഷേ കൃഷിയോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ താല്പര്യം, നമ്മുടെ മേഖല സിനിമയാണെന്നറിഞ്ഞ് കുറച്ച് ശ്രമിച്ചു. ഇടയ്ക്ക് വെച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ചു. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അന്നേരം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിക്ക് ഈ സിനിമാ ഫീൽഡിൽ നിന്നൊക്കെ കേട്ടപ്പോൾ പുള്ളിക്കൊരു ബുദ്ധിമുട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒത്തിരി ട്രൈ ചെയ്തൊന്നും വർക്കൗട്ട് ആവുന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഞാനങ്ങ് വേണ്ടെന്ന് വെച്ചു. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് കൃഷിയൊക്കെ നോക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ വളരെ യാദൃശ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് എനിക്ക് തന്നെ അതിന് ഫാദർ മരിച്ചു, ഒരു മോളുണ്ട്. അപ്പോൾ വളരെ യാദൃശ്യമായിട്ട് ഒരിക്കൽ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ ബ്രോഷർ ഇരിക്കുന്നുണ്ട്, ഒരു കരണം എന്ന് പറയുന്ന സിനിമയുടെ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് അന്നേരമാണ് പറയുന്നത് എൻ്റെ കസിൻ്റെ അവർ ശരിക്കും തിരുവനന്തപുരത്താണ് അവരിപ്പോൾ താമസിക്കുന്നതെങ്കിലും അവരുടെ വീട് സ്വന്തം വീട് പണിതേക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ ജയരാജ് സാർ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ നല്ല ബന്ധമാണ്. അപ്പം നമ്മൾ വിട്ട ഫീൽഡാണല്ലോ, അതുകൊണ്ട് ഞാനിങ്ങ് തിരിച്ചു വന്നു. പക്ഷേ ലിൻഡ പറഞ്ഞിങ്ങനെ ജിത്തുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കറിയായിരുന്നു ഞാനിങ്ങനെ സിനിമകൾ കാണാനൊക്കെ പോകുമ്പോൾ, തിയേറ്ററിലൊക്കെ കാണാൻ പോകുമ്പോൾ എനിക്ക് മലയാള സിനിമയൊക്കെ കാണുമ്പോൾ എൻ്റെ ഒരു പെയിൻ എങ്ങനെ പുള്ളിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ വളരെ പുള്ളിക്കാരത്ത് തന്നെ പറഞ്ഞ് ഇങ്ങനെ ജിത്തുവിനൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞപ്പം ചേച്ചി ചുമ്മാ ജയരാജിനെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഒരു കസിനുണ്ട്. ജയരാജ് സാർ ആദ്യം ചോദിച്ച ചോദ്യം ഇതാന്ന് പറഞ്ഞു, അവന് ജീവിക്കാൻ വേറെ മാർഗ്ഗമുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു ഫീൽഡാണ്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അവന് ജീവിക്കാൻ മാർഗ്ഗമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ വന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ജയരാജ് സാറിൻ്റെ അടുത്തൊരു ഓപ്പണിങ് കിട്ടുന്നത്. അവിടുന്ന് പക്ഷെ ഒരൊറ്റ സിനിമയെ ഞാൻ വർക്ക് ചെയ്തുള്ളൂ. അവിടുന്ന് പിന്നെ ഞാൻ എൻ്റേതായ രീതി സിനിമ ജീവിതം തുടങ്ങി. പണ്ട് തൊട്ടേ എഴുതുമായിരുന്നു? എഴുത്തെന്ന് പറയുന്നത് വളരെ ഒന്നാമത് മടിയനുമാണ്. ചുമ്മാ വെറുതെ വീട്ടിലൊക്കെ ഇരുന്നപ്പോൾ എഴുതിയതാണ്. വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പണി വേണ്ടേ എന്നോർത്ത് പിന്നെ ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് തോന്നുമ്പോൾ ചുമ്മാ ഇരുന്ന് എഴുതി തുടങ്ങിയായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ ഡിക്റ്റേറ്റീവ് എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തി? അത് ഞാൻ ജയരാജ് സാറിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഒരു രാജ്ബാബു ആയിരുന്നു, മറ്റേ ചെസ്സിൻ്റെ ഡയറക്ടർ. അപ്പോൾ പുള്ളിയായിട്ട് വലിയ അടുപ്പമായി. പുള്ളിയായിട്ട് പല കഥകളൊക്കെ, എൻ്റെ മനസ്സിലുള്ള കഥകളൊക്കെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളിക്ക് ദിലീപിൻ്റെ ഒരു ഓഫർ, ഒരു ഡേറ്റ്, ഒരു ആക്ഷൻ മൂഡിലുള്ള സിനിമ വേണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബാബുവേട്ടൻ എന്നോട് ചോദിച്ചു, ജിത്തുവിൻ്റെ ഒരു കഥയുണ്ട്, അത് എനിക്ക് ഇങ്ങനെ ഇത് ചെയ്യാവുന്നു. ഞാൻ അതിനെന്നാന്ന് പറഞ്ഞു. ഞാനത് വർക്ക് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്തൊരു വേർഷൻ എൻ്റെ ഉണ്ടായിരുന്നു. ഞങ്ങളിന്ന് ദിലീപിൻ്റെ അടുത്ത് പറയുന്നു. ദിലീപിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അത് എഴുതുന്ന ആരാന്ന്. അപ്പോൾ അന്നൊന്നും നമുക്കങ്ങനെ എഴുതും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒന്നുമില്ല. എന്നാൽ സീരിയലിനാന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് 13 മറ്റേ ദൂരദർശന് 13 എപ്പിസോഡ് എഴുതാനൊക്കെ എഴുതി പിന്നെ കത്തിച്ച് കളഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിവേ ഈ പറഞ്ഞ പോലെ ദിലീപിൻ്റെ അടുത്ത് കഥ പറഞ്ഞു. ദിലീപിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ദിലീപ് അത് എഴുതുന്ന ആരെന്നു പറഞ്ഞു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും നമ്മളെ പറഞ്ഞുമില്ല. അങ്ങനെ അന്ന് ഡെന്നി സാർ എഴുതാമെന്നായിരുന്നു ധാരണയായത്. അങ്ങനെ ഡെന്നി സാറുമായിട്ടുള്ള സിറ്റിങ്, ഞാനും ബാബുവേട്ടനും ഏറ്റുമാനൂർ ലോഡ്ജിൽ താമസിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ ഡെന്നി സാറിൻ്റെ വീട്ടിൽ പോകും, ഇരുന്ന് ഡിസ്കഷൻ, അത് കഴിഞ്ഞ് തിരിച്ചു വരും. ഈ സമയത്തൊക്കെ എൻ്റെ തോട്ടിൽ നിന്നുണ്ടായ ആലോചനയിൽ നിന്നുണ്ടായ അന്ന് ഒരു സീരിയൽ കില്ലറുടെ ഒരു കഥ ചെയ്ത് എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ ആലോചിച്ച് അവിടുന്ന് വന്ന് അവസാനിച്ച മെമ്മറീസ് അന്ന് അധികം പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ ആ മുറി ഇരിക്കുമ്പോൾ ചുമ്മാ ഇരുന്നിങ്ങനെ ഒരു ദിവസം പറഞ്ഞു ഒരു സീരിയൽ കില്ലറുടെ കഥ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ അങ്ങനെ ഒരു തോട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇതെല്ലാം വന്നപ്പോൾ ഈ പ്രൊജക്റ്റ് ഇച്ചിരി വലുതായിപ്പോയി. ഡൽഹിയും ഭയങ്കര ഷൂട്ടും, അപ്പോൾ എക്സ്പെൻസീവ് പ്രൊജക്റ്റായി മാറി. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ മഹിയേട്ടനാണ്. അപ്പം ദിലീപ് പറഞ്ഞു ഇത്രയും എക്സ്പെൻസീവ് പ്രൊജക്റ്റ് മഹിയേട്ടന് കൊടുത്താൽ ശരിയാവില്ല,
അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം പിന്നെ സബ്ജക്റ്റിൽ ഒരു എന്തൊക്കെയോ പുള്ളിക്ക് സ്ക്രിപ്റ്റ് വന്നപ്പോൾ എത്ര ഒരു കൺവിൻസിങ് ആകാത്ത ചില ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് ഈ സബ്ജക്റ്റ് മാറ്റാമെന്ന് പറഞ്ഞു. സബ്ജക്റ്റ് മാറ്റാമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഔട്ടായി. പ്രൊജക്റ്റുണ്ട്, ആ ടീമിൻ്റെ പ്രൊജക്റ്റുണ്ട്. അപ്പോൾ എല്ലാവർക്കും മഹിയേട്ടനൊക്കെ ഒരു വിഷമം. ഞാൻ പറഞ്ഞു സാരമില്ല, നിങ്ങൾ ചെയ്യുക, അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒന്നിക്കാമല്ലോ. അവർ ഒരു പടം ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വേറെ കഥകളുമായിട്ടാണേലും. അപ്പോൾ ഞാൻ ഓർത്തു ഇനി കഥാകൃത്ത് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു വിഷമമായി. നമ്മൾ ഒന്നൊന്നര വർഷത്തിന് ശേഷം ഇത് വേണ്ടെന്ന് നോക്കി. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പം ലിൻഡയ്ക്ക് ഭയങ്കര വിഷമം. എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നിട്ടേ ഒന്നും ആകുന്നില്ല. അപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായിപ്പോയി. അന്ന് ഞങ്ങൾ ശരിക്കും ഇച്ചിരി വിഷമിച്ചിരിക്കുന്നുണ്ടപ്പോൾ എൻ്റെ മദർ ഭയങ്കര പോസിറ്റീവാണ്. പുള്ളി എന്നിട്ട് പറഞ്ഞു നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നീ പഠിക്കണ്ട, നമുക്ക് സ്ഥലം പറ്റിയിട്ടാണെങ്കിലും സിനിമ പഠിക്കാമെന്ന് പറഞ്ഞു. ഒരിക്കലും അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അത് മദർ ശരിക്കും എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി തന്നാൽ നീ തളരണ്ട എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും അത് വിൽക്കാൻ പ്ലാനും ഇല്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അന്ന് എൻ്റെ ഈ ഞാൻ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ പലത് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഡിക്റ്റേറ്റീവിൻ്റെ തോട്ടിരിപ്പുണ്ട്. അപ്പം ഞാൻ പതുക്കെ എടുത്ത് അതങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ അമ്മച്ചി എങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ആലോചിച്ചു അമ്മച്ചിനെ നീട്ടിയ ഒരു പോസിറ്റീവ് എനർജി അത് തുടങ്ങി. പക്ഷേ അപ്പോഴും പ്രൊഡ്യൂസറുടെ പ്രശ്നമാണേ. അപ്പോൾ ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു. അപ്പോൾ പലർക്കും താല്പര്യമില്ല, പൈസ ഉള്ളവർ പലരും താല്പര്യമില്ല. പാർട്ട്ണർഷിപ്പിൽ ഞാനും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന്. അങ്ങനെ സ്റ്റേറ്റ്സിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ പറഞ്ഞു ഞാൻ കൂടാടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനി സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇരുന്ന് സ്ക്രിപ്റ്റ് ചെയ്തു. ഫസ്റ്റ് ഹാഫോളം ഇതായി. അപ്പോൾ ആ സമയത്ത് ഇപ്പം നമ്മൾ ആരാണ് എന്താണെന്നൊന്നും തിരിഞ്ഞില്ല, എന്തായാലും ഡിക്റ്റേറ്റീവിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് കയറുക. ആ സമയത്താണ് ഭരത്ചന്ദ്രൻ IPS എന്ന് പറയുന്ന സിനിമ വീണ്ടും സുരേഷ് ഗോപി തിരിച്ചു വരുന്നു. അസോസിയേറ്റ് ഡയറക്ടർ ബാബുവേട്ടൻ. അപ്പോൾ പുള്ളിയുടെ അവരുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പുള്ളി അസോസിയേറ്റ് ആയിട്ട് അതിനകത്ത്. ഞാൻ ബാബുവേട്ടനെ കോൺടാക്ട് ചെയ്തു. ബാബുവേട്ടൻ ഇത് സുരേഷ് ഗോപിയോട് ഒന്ന് പറയാൻ മാർഗമുണ്ടോ? അങ്ങനെ ബാബുവേട്ടനെ സുരേഷ് ഗോപിയെ വിളിച്ച് ഷൂട്ടിൽ ഉള്ളപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപി ബാബുവേട്ടൻ അതുപോലെ ഫോഴ്സ് ചെയ്ത് പറഞ്ഞപ്പോഴാണ് സുരേഷ് ഗോപി സമ്മതിക്കുന്നത്. കാരണം അധികം പടമൊന്നും അസില്ല, എന്നെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അങ്ങനെയല്ല, അധികം പടമൊന്നും അസില്ല, കേട്ടിട്ട് പോലുമില്ല. എനിവേ റെഡിയായി. ഞാൻ ചെന്ന് കഥ പറയുകയാണ്. അപ്പോൾ ഒരു കോംപ്ലക്സ് ഉള്ളിൽ കിടപ്പുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടേ വർക്ക് ചെയ്തിട്ടുള്ളൂ, പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അത് ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് എന്നെ ഇവൻ സിനിമ ഭ്രാന്തമായിട്ട് ഇറങ്ങിയൊക്കെ എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കും കാണുന്നതെന്നുള്ളൊരു അതുകൊണ്ട് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലെല്ലാം പ്ലാൻ ചെയ്താൽ പോകുന്നത്. ബോൾഗാട്ടി പാലസിലാണ് ഷൂട്ട്. സുരേഷ് ഗോപി അവിടെ ചെന്നു. ഇന്ന് പുള്ളിയെ കണ്ടു ചെയ്ത് ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പുള്ളി വന്നു. തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് ഷോട്ട് റെഡി ആയെന്ന് വിളിച്ചോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാനവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് നേരം നോക്കിയിട്ട് പുള്ളി വരുന്നില്ല. പുള്ളി അവിടെ ഷോട്ട് കഴിഞ്ഞിട്ട് വർത്താനമൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ ഞാനിങ്ങനെ പതൊക്കെ ഫ്രണ്ടിലൊക്കെ പോയി ചിരിച്ചൊക്കെ കാണിക്കും ഞാനിവിടെ ഉണ്ട് എന്നുള്ളവർ മറന്നു പോകുന്ന. അപ്പോൾ കഥയുടെ ഓരോരോ സ്റ്റേജസിലേക്ക് കയറി തുടങ്ങി. പുള്ളി പോയി. അത് കഴിഞ്ഞപ്പം പുള്ളി അവിടുന്ന് വരാൻ തുടങ്ങി, മനസ്സിലായ? വിളിക്കാതെ വന്നു തുടങ്ങി. പിന്നെ അങ്ങോട്ട് പോകുന്നു, വേഗം വരുന്നു, പോകുന്നു, പെട്ടെന്ന് വരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ലോക്ക്ഡ് ആകുന്നുണ്ടെന്ന്. അവസാനം ഒരു ക്ലൈമാക്സിനോട് അടുക്കാറായപ്പോൾ ഷോർട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, തീർത്തിട്ട് മനസ്സിലായോ? അങ്ങനെ ഫുൾ പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു നന്നായിട്ടുണ്ട്, ആരാ എഴുതുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്, ഒരു കാര്യം എന്നാൽ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് കാണാമെന്ന്. അങ്ങനെ ഞാനും ഫ്രണ്ടോടെ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. കാര്യങ്ങളൊക്കെ അത് അധികം ആരോടും പറഞ്ഞില്ല. ലിൻഡയ്ക്കറിയാം, അമ്മച്ചിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം, പക്ഷെ അമ്മച്ചിയൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മഹിയേട്ടൻ്റെ കോള് വരുവാണ്. അപ്പോൾ മഹിയേട്ടൻ പറഞ്ഞ് ജിത്തു ഇങ്ങനെ സുരേഷ് ഗോപിക്കൊരു പ്രൊജക്റ്റ് ഇഷ്ടമായി, ജിത്തുൻ്റെ കഥ ഇഷ്ടമായി, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നു. ഞാൻ പറഞ്ഞു അതെ, ആരാ പ്രൊഡ്യൂസർ? ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിങ്ങ് തന്നേക്കാവെന്ന് ചോദിച്ചു. ദേ പിടിച്ചോ എന്ന് ഞാനും പറഞ്ഞു. ഞാനിങ്ങനെ ആരെങ്കിലും ഒന്നും ചോദിക്കാനിരിക്കും, കാരണം ആദ്യത്തെ സിനിമ തന്നെ സ്വന്തമായ ഡയറക്ഷനും പ്രൊഡക്ഷനോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളി പോവും. നമുക്കറിയാം, പക്ഷെ ഞാൻ പ്രൂവ് ചെയ്യണ്ടേ.